ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാം. ശ്രീമന്നാരായണീയം ദശകം 33 അംബരീഷ ചരിതം. ഈ ദശകത്തിൽ അംബരീഷ ചക്രവർത്തിയുടെ കഥയാണ് ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത്. വൈവസ്വത മനുപുത്രനായ നഭാഗന്റെ പുത്രനായ നാഭാഗ രാജാവിൻ്റെ സുതനായ അംബരീഷ ചക്രവർത്തി സപ്തസമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിക്ക് ഉടമയായിരുന്നെങ്കിലും അതീവ ഭക്തിമാനായിരുന്നു. വിനയാന്വിതനും ഭഗവത് ഭക്തന്മാരിലും വളരെ മനസ്സുവച്ചിരുന്നു. വിഷ്ണു ഭക്തനായ അംബരീഷ് ചക്രവർത്തി വിധിയനുസരിച്ച് എല്ലാ നല്ല കർമ്മങ്ങളും ചെയ്ത് ഭഗവാന്റെ പ്രീതി നേടി. അംബരീഷ് ആവശ്യപ്പെടാതെ തന്നെ സങ്കടങ്ങളെയെല്ലാം നശിപ്പിക്കുന്ന സുദർശന ചക്രത്തെ നൽകി ഭഗവാൻ അനുഗ്രഹിച്ചു. അങ്ങനെ യമുനാ നദീതീരത്തിലുള്ള മധുവനത്തിൽ വെച്ച് ആ അംബരീഷൻ ഭാര്യയോടുകൂടി ബ്രാഹ്മണർക്ക് പശുക്കളെ ദാനം ചെയ്തു. അവിടെ വെച്ച് ദ്വാദശി വ്രതം അനുഷ്ഠിച്ചു പോന്നു. 1 വർഷത്തെ വ്രതമാണത്. അനന്തരം ഭഗവത് പൂജ കഴിഞ്ഞ് പാരണ ദിനം എത്തിയപ്പോൾ വ്രതം അവസാനിപ്പിക്കുന്നതിനെയാണ് പാരണ എന്ന് പറയുന്നത്. ദുർവാസാവ് മുനി പരീക്ഷിക്കാനെന്ന വണ്ണം അംബരീഷന്റെ അടുത്തെത്തി. രാജാവ് മുനിയെ ഭക്ഷണത്തിന് ക്ഷണിക്കുന്നു. ആ സമയം ദുർവാസാവ് കുളിക്കാനാണെന്നും പറഞ്ഞ് നദീതീരത്തേക്ക് പോയി. കുറേ സമയമായും മുനി തിരിച്ചു വന്നില്ല. പാരണയുടെ മുഹൂർത്തം തെറ്റുമെന്നറിഞ്ഞ ഭക്തനായ അംബരീഷൻ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. അവസാനം ജലം പാനം ചെയ്ത് പാരണ ചെയ്യുന്നു. ദിവ്യദൃഷ്ടിയാൽ ഇതറിഞ്ഞ ദുർവാസാവ് മുനി വളരെ ദേഷ്യത്തിൽ തിരിച്ചു വരുന്നു. ദേഷ്യത്തോടെ അംബരീഷനോട് കയർക്കുന്നു. നീയൊക്കെ ഒരു ചക്രവർത്തിയാണോ? ഹരിഭക്തനാണോ? നിനക്കൊരു മര്യാദയും അറിയില്ല. നിന്നെ ഞാൻ ഇപ്പോൾ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ തലയിൽ നിന്നും ഒരു ജട പറിച്ചെടുത്ത് കൃത്യ എന്നൊരു രാക്ഷസിയെ സൃഷ്ടിക്കുന്നു. കയ്യിൽ വാളുമെടുത്ത് ലോകത്തെ ദഹിപ്പിച്ച് ചാമ്പലാക്കാൻ കഴിയുന്ന മട്ടിൽ നിൽക്കുന്ന കൃത്യയെ കണ്ടിട്ടും അംബരീഷൻ ഒട്ടും ഭയപ്പെട്ടില്ല. അംബരീഷന് വന്ന ആപത്ത് കണ്ട സുദർശന ചക്രം ഉടൻ പ്രത്യക്ഷപ്പെട്ട് കൃത്യയെ വധിച്ച് ദുർവാസാവിൻ്റെ നേരെ ചെല്ലുന്നു. ദുർവാസാവ് ഭയന്നോടി. പിന്നാലെ സുദർശന ചക്രവും. ലോകം മുഴുവൻ ഓടി തളർന്ന് ബ്രഹ്മാവിനെ അഭയം പ്രാപിക്കുന്നു. ബ്രഹ്മാവ് നിസ്സഹായനാണെന്ന് പറയുന്നു. അപ്പോൾ ശിവന്റെ അടുത്തേക്കോടി സുദർശന ചക്രത്തിനു മുന്നിൽ താനും നിസ്സഹായനാണെന്ന് പറഞ്ഞ് കൈയൊഴിയുന്നു. അവസാനം വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു. ഭഗവാൻ പറയുന്നു, താൻ ഭക്തദാസനാണ്. ജ്ഞാനവും തപസ്സും മാന്യമാകണമെങ്കിൽ വിനയം വേണം. അതിനാൽ അംബരീഷന്റെ അടുക്കൽ ചെല്ലുക. മഹാവിഷ്ണുവിൻ്റെ ഉപദേശമനുസരിച്ച് ദുർവാസാവ് അംബരീഷന്റെ കാലുപിടിച്ച് മാപ്പപേക്ഷിക്കുന്നു. അംബരീഷൻ സ്തുതികൾ കൊണ്ട് ചക്രായുധത്തെ സന്തോഷിപ്പിക്കുന്നു. ചക്രായുധം മടങ്ങിപ്പോയി. ദുർവാസാവ് അംബരീഷന്റെ കാരുണ്യത്തിൽ പുകഴ്ത്തി രാജാവിന് എല്ലാ ആശീർവാദങ്ങളും കൊടുക്കുന്നു. അപ്പോഴേക്കും 1 വർഷം കടന്നുപോയിരുന്നു. രാജാവ് വേണ്ട വിധത്തിൽ മുനിയെ സൽക്കരിക്കുന്നു. മുനിക്ക് ഭക്ഷണമെല്ലാം കൊടുത്തതിന് ശേഷമാണ് താനും ഭക്ഷണം കഴിച്ചത്. അവസാനം അംബരീഷന്റെ ദൃഢമായ ഭക്തി കൊണ്ട് മോക്ഷവും ലഭിച്ചു. പതിവ് പോലെ ഭട്ടതിരിപ്പാട് ഭക്തരെ രക്ഷിക്കുന്ന ഭഗവാനെ ഗുരുവായൂരപ്പ എന്നെയും രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഈ ദശകം അവസാനിപ്പിക്കുന്നു. ഇന്ന് നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 33 അംബരീഷ ചരിതം. ശ്ലോകം 1. വൈവസ്വതാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃതമഹീദയിതോപിരേമേ ത്വത്സംഗിഷു ത്വയി ച മഗ്നമനഃ സദൈവ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. വൈവസ്വതാഖ്യ. സ്വനാവാള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഖ്യാന്ന് നന്നായിട്ട് ഊന്നി പറയണം. മനുപുത്ര
നഭാഗജാത നാഭാഗനാമക അതുവരെ ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ഭ എന്ന് 2 വാക്കിലും ഉള്ളത് നന്നായിട്ട് ഊന്നി പറയണം. നരേന്ദ്രസുത അംബരീഷ അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ നരേന്ദ്രസുതോംബരീഷ. സപ്താർണവാവൃത മഹീദയിത അഭിരേമേ ചേർത്തിട്ട് സപ്താർണവാവൃത മഹീദയിതോഭിരേമേ. ത്വത്സംഗിഷു സ എന്നുള്ളത് ചേർത്ത് ചൊല്ലാനുള്ളതാണ്. ത്വയി ച മഗ്നമനാ സദൈവ ഇവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സ എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ മഗ്നമനാസദൈവ എന്ന് ചൊല്ലണം. സദാ ഏവ അത് ചേർത്തിട്ടാണ് സദൈവ. അങ്ങനെ നിർത്താം. വൈവസ്വദാഖ്യമനുപുത്ര നഭാഗജാത നാഭാഗനാമക നരേന്ദ്രസുതോംബരീഷ സപ്താർണവാവൃത മഹീദയിതോഭിരേമേ. ത്വത്സംഗിഷു ത്വയി ച മഗ്നമനാഃ സദൈവ. അടുത്തത് 2ാമത്തെ ശ്ലോകം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദഭൃഥാ പ്രസാദം ഏനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രധാരം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ത്വത് പ്രീതയേ സകലം ഏവ സകലമേവ വിതന്വത അസ്യ ചേർത്തിട്ട് വിതന്വതോസ്യ ഭക്ത്യ ഏവ ചേർത്തിട്ട് ഭക്ത്യൈവ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ദേവ ന ചിരാത് അഭൃഥാ ഥാ എന്ന് നീട്ടിയിട്ട് വിസർഗം പറയണം. ന ചിരാദഭൃഥാ ഭൃ എന്നുള്ളതും ഥ എന്നുള്ളതും നന്നായിട്ട് ഊന്നി പറയണം. പ്രസാദം ഏനാസ്യ യാചനം ഋതേ അഭിരക്ഷണാർത്ഥം ചേർത്തിട്ട് യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം. ഇവിടെ ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്ഷ എന്നുള്ളത് ഋദ്ധം എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. ചക്രം ഭവാൻ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രവിതതാര സഹസ്രധാരം ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സഹസ്രധാരം അങ്ങനെ നിർത്താം. ത്വത്പ്രീതയേ സകലമേവ വിതന്വതോസ്യ ഭക്ത്യൈവ ദേവ ന ചിരാദഭൃഥാ പ്രസാദം ഏനാസ്യ യാചനമൃതേപ്യഭിരക്ഷണാർത്ഥം ചക്രം ഭവാൻ പ്രവിതതാരസഹസ്രധാരം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.